ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോയതാണ്. രാവിലെയും പോയി, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് കണ്ണിന് ചെറിയ ഒരു പ്രശ്നം, ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മൾ 2 മണിയാകുമ്പോൾ കുന്നംകുളത്തേക്കാണ് കേട്ടോ പോയത്. ആദ്യം നമ്മൾ പെരുമ്പിലാവിലേക്കാണ് ആദ്യം പോയത്. അവിടുത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ കുറച്ച് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഊരിപ്പിഴിഞ്ഞിട്ട് ഡ്രയറിലിട്ട് കൊടുത്താൽ പിന്നെ അച്ചുമോൾ അത് വിരിച്ചിട്ടോളും. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് പച്ചരിയും റാഗിയൊക്കെ ഉണ്ടല്ലോ, ഉഴുന്നൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ 2 മണിയാകുമ്പോൾ പിന്നെ പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ പെരുമ്പിലാവിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ ഞങ്ങൾ കുന്നംകുളത്തേക്ക് പോണതാണ് കേട്ടോ അപ്പോൾ അതിന് പോയത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ചെറിയ ഇതുണ്ടല്ലോ, വെള്ളെഴുത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ടി വി കാണുമ്പോഴും ഒക്കെ കണ്ണട വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കാണിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോണത് അച്ചുമോളുടെ ഫോണിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യേണ്ട ഒരു ക്ലിപ്പായിരുന്നു കേട്ടോ അത് പക്ഷേ ഇത്തിരി നീങ്ങി പോന്നിട്ടാണ് വെച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇതിലേക്ക് അവൾ വാട്സപ്പ് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിൽ പറ്റിയതാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു, കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ണടയ്ക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കണ്ണടയുടെ ഇതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അത് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനുള്ളത് കടയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അത് മേടിച്ചു. പിന്നെ എനിക്ക് കുടയുണ്ടായിരുന്നില്ല. ഇവിടെ അച്ചുമോളുടെ ആകെ ഒരു കുടയാണ് ഉള്ളത് നല്ലത്. പിന്നെ അങ്ങനെ 2 മടക്കമുള്ളതുണ്ടല്ലോ, അപ്പോൾ അത് ചാച്ചിക്കുട്ടീനെ വണ്ടി കാത്ത് നിൽക്കാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പിന്നെ നല്ല ഒരു കുട ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഒന്ന് മേടിക്കണം എന്ന് വിചാരിക്കുന്നു. കിച്ചുമോനുള്ള ഒരു കുട കിച്ചുമോൻ കൊണ്ടുപോയി. പിന്നെ ഒരു വേറെ കുട ഇല്ല. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ ഈ വലിയ കുട കൈ പിടിച്ചിട്ട് പോകാനും ബുദ്ധിമുട്ടാണല്ലോ. ബാഗിലൊക്കെ ഒതുങ്ങണ ഒരു കുട മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാഗ് മേടിക്കാൻ കയറിയ സമയത്ത് അതും മേടിച്ചു. പിന്നെ വണ്ടിയുടെ എന്തോ ഒരു കേബിള് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കട കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഏട്ടൻ അത് മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ട് നിന്ന് വേഗം മേടിച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പോരുന്ന സമയത്ത് ഇത് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ട് പോണ സമയത്തും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ട് പോന്നു. ഈ ബൈക്കിലാവുമ്പോഴേക്ക് പേടി കണ്ടിട്ട് എനിക്ക്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് വരുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് നമ്മൾ ഉള്ളിവട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നാൽ ചായ കുടിച്ചിട്ട് ഏട്ടനെ തിരിച്ച് കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിവടയും മേടിച്ചപ്പോഴേക്കും അച്ചുമോൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അൻസാർ ഹോസ്പിറ്റലിൽ ആണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആദ്യം രാവിലെ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുന്നംകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ അവിടെ അച്ചും കിച്ചുമൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അവിടെ ഒരു പ്രകാശേട്ടൻ്റെ കട ഉണ്ട് കേട്ടോ. അവിടെ ഉള്ളിവടയ്ക്ക് നല്ല ഡിമാൻഡാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുക. ഇപ്പോൾ അടുത്തൊന്നുമല്ല, കുറച്ച് മുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ വെച്ചിട്ട് അങ്ങനെ പലഹാരമൊന്നും മേടിക്കൽ കുറവാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിവടയൊക്കെ മേടിച്ചിട്ട് പോന്നു. അപ്പോൾ അച്ചുമോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മധുരം ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, വേഗം അത് കുടിച്ചു. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, മധുരം ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇത്തിരി എടുത്തത്. അങ്ങനെ ഉള്ളിവടയും ഇതൊക്കെ കൂട്ടി കഴിച്ചു. കിച്ചുമോനും ഞങ്ങൾ വരുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുമോൾ ചാച്ചുകുട്ടീനെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 മണിയായില്ല വരാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റാഗിയും ഉഴുന്നൊക്കെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അത് രാവിലെയാണ്, ഇത് ചൊവ്വാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റാഗിയുടെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 5 മണിക്ക് വന്നൂല, തിരിച്ചു വന്ന ആ സമയത്ത് തന്നെ വേഗം അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴേക്കും നല്ല പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപയറും ചേർക്കാറുണ്ട്, പക്ഷെ ചെറുപയർ തീർന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുപയർ ഇട്ടിട്ടില്ല.
അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റാഗിയും ഇതൊക്കെ ഉള്ളത്. ഇവിടെ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ചാച്ചുക്കുട്ടി ഇത് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്കും കൊണ്ടുപോയത്, ഇവിടെ കഴിക്കുകയും ചെയ്തത്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ചട്നിയും പിന്നെ അച്ചുമോൾക്കും ചാച്ചുക്കുട്ടിക്കും ഉള്ള നമ്മുടെ മറ്റേ ചമ്മന്തി ഉണ്ടല്ലോ അതും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി. പിന്നെ അതൊന്നും വീഡിയോ അങ്ങനെ എടുത്തില്ല കേട്ടോ. ഇപ്പം എന്തായാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആ ഒരു വീഡിയോസൊക്കെയാണ് കൂടുതലും ഇതിൽ ആയിട്ടുള്ളത്. അപ്പം എന്നും ഒരേപോലെ നമ്മുടെ അടുക്കളയും നമ്മുടെ കുക്കിങ്ങും മാത്രം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ പോയപ്പോഴൊക്കെ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ബാക്കിലിരുന്നിട്ട് അങ്ങനെ വണ്ടിയുടെ ബാക്കിലിരുന്നിട്ട് എടുത്തൊക്കെയാണ്. അപ്പോൾ അതേ നമ്മുടെ ചട്നി ഒക്കെ ആയിട്ടുണ്ട്. അത് അപ്പോൾ ആ ഫസ്റ്റ് തന്നെ കിച്ചുമോനാണല്ലോ കഴിക്കുക. പിന്നെ ചാച്ചുകുട്ടി അച്ചുമോളൊക്കെ വൈകിട്ടല്ല ഇവരെ കഴിച്ചതിന് ശേഷമല്ലേ അവർക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ചട്നി അരച്ച് സെറ്റാക്കി വെച്ച് കൊടുത്തു കേട്ടോ. ഇഡ്ഡലിയും ആയിട്ടുണ്ടല്ലോ. പിന്നെ അതേ മുതിര ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ഇത് ഇങ്ങനെ ആകുമ്പോഴേക്കും അവർ കഴിക്കില്ല. അപ്പം അതിനൊന്ന് രൂപം മാറ്റി കൊടുത്താൽ കുട്ടികൾ കഴിക്കും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ തിരിച്ചറിയില്ലോ എന്ന് പറയില്ല, അതേപോലെ. അപ്പം ഞാനത് അതിലേക്ക് മുതിരയിലേക്ക് മുട്ട ഇട്ടിട്ട് നമ്മുടെ തട്ടുകട സ്റ്റൈലുണ്ടല്ലേ മുന്നേ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മളിത് മുതിര വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ നമുക്ക് സവോളയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു എളുപ്പപ്പണിക്കാണ്. അപ്പോൾ കിച്ചുമോന് ചോറ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിറയെ കൂടുതൽ ഇതും ചോറ് ഇത്തിരി അങ്ങനെയാണ് കിച്ചുമോന് കൊടുത്തയച്ചത്. ഇത് കണ്ടപ്പോഴേക്കും നല്ലോണം മുഖമൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുതിര ഉപ്പേരിയാണെന്ന് കണ്ട പിന്നെ അത് കൊണ്ടുപോകാതെ പോവും. പിന്നെ ഇഡ്ഡലി നമ്മുടെ ചട്നിയൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. എന്തായാലും ഇത് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ അത് ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇറച്ചി കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ, ഫ്രീസറിലായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് കറി വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴേക്കും അതിന്ന് എടുത്താൽ പോരുന്നില്ല കേട്ടോ. അത് എന്തോ ഇതിൽ കവറിലാണ് നമ്മൾ വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഇറക്കി വെച്ചാണെങ്കിൽ പെട്ടെന്ന് എടുത്താൽ കിട്ടാറുണ്ട്. ഇത് പക്ഷേ കവറിലാണ് ആക്കി വെച്ചത്. അപ്പോൾ 2-3 പ്രാവശ്യം എടുക്കാനായിട്ടുള്ളത് അങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഐസ് വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ്. പിന്നെ ഏട്ടൻ എണീച്ച് വന്നപ്പോഴേക്കും അതെടുത്ത് നോക്കുമ്പോഴേക്കും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്ത് ഫ്രീസറും ഫ്രിഡ്ജും ഒക്കെ തുറന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ സമയം, എന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ചോറ് കൊണ്ടുവരാം, നമ്മുടെ വെളിച്ചെണ്ണ കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഞാനാണ് കേട്ടോ ക്യാന് കൊണ്ടുപോയിട്ടാണ് മേടിച്ചു കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് ബൈക്കിൽ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ ഇട്ടിട്ട് വെളിച്ചെണ്ണ മേടിച്ചു കൊണ്ടുവരാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഏട്ടൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വെളിച്ചെണ്ണ ക്യാനും കൊണ്ടുവരാം ചോറും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ പണി അവിടെ നിർത്തിവെച്ചു. അപ്പോൾ ഇതേട്ടോ നമ്മുടെ കുട്ടികൾക്കുള്ള അച്ചുമോൾക്കും ചാച്ചിക്കുട്ടിക്കും ഏട്ടനും ഇപ്പോൾ തന്നെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും അവരെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അരച്ചുവിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ സവോളയൊക്കെ വഴറ്റി അവിടെ വെച്ചിട്ട് നല്ലോണം ചൂടാറണം, എന്നിട്ട് ഇത് അരച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇതിൽ ലേറ്റാവുന്നത്. സിമ്പിളാണ്, പണിയൊക്കെ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി. അതിനിടയ്ക്ക് ചോറൊക്കെ ആയിട്ടോ, വിറകൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗ്യാസുമ്മലാണ് ചോറ് വെക്കണത്. അപ്പം ഞാൻ റേഷൻ്റെ അരി പെട്ടെന്ന് വേവണതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും. എന്നിട്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിക്കും, എന്നിട്ട് അതിലേക്ക് ഒഴിക്കും. 1-2 തിളയ്ക്കുമ്പോഴേക്കും ഇറക്കി വയ്ക്കും കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ വറക്കും. അപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടാവും കേട്ടോ. ഗ്യാസ് അധികം കൊണ്ട് പോകുമൊന്നുമില്ല, എളുപ്പമാണ്. ഇപ്പോൾ ചോറ് അടുപ്പത്ത് വയ്ക്കാത്ത കാരണം കൊണ്ട് തന്നെ പണി 4-5 ദിവസമായിട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് മേലെ തന്നെയാണ് ചോറൊക്കെ വയ്ക്കുന്നത്. തീരെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കുട്ടികൾക്കുള്ള ഹോർലിക്സ് കലക്കി വെച്ചതാണ് കേട്ടോ. ചാച്ചുകുട്ടിക്കും കിച്ചുമോനും. ഇപ്പോൾ ചാച്ചുകുട്ടിയൊക്കെ എണീച്ചിട്ടുണ്ട്. അവരും അങ്ങനെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കിച്ചുമോൻ്റെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് പോകുമ്പോഴേക്കും ഞാനിത് ആക്കി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കുടിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ചാച്ചുകുട്ടിയുടെ ആ ഒരു കപ്പ് ഉണ്ടല്ലോ, അത് വലിയ കപ്പ്, നല്ല വെയിറ്റുമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിൽ തന്നെയാണ് കേട്ടോ ഇഷ്ടം, കൊടുത്താൽ അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിലാണ് ഇപ്പോൾ കൊടുക്കണത്. അവൾക്ക് പിടിക്കാനും ഇതാണ് എളുപ്പം. അപ്പോഴേക്കും ഇത് കിച്ചുമോൻ്റെ ഒക്കെ ആയപ്പോഴേക്കും അവനുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ കിച്ചുമോനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാച്ചുകുട്ടീനെയൊക്കെ കൊണ്ടയാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ എടുക്കണത്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഇറച്ചി ഫ്രിഡ്ജിലുണ്ട് എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതൊക്കെ എടുത്താൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ.
അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോഴേക്കും നല്ല വെയിലായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് പോയി, ഇന്നലെ നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ അച്ചുമോൾ അത് താഴെ പുറത്ത് ഷീറ്റിൻ്റെ അടിയിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ ആരും ഇല്ലാത്ത സമയത്താണ് മേലെ കൊണ്ടുപോയിടാൻ പറയാറില്ല കേട്ടോ. ഇവർ മഴയൊക്കെ പെയ്താൽ പെട്ടെന്ന് ഓടിയെടുക്കാനൊക്കെ പോണ സമയത്ത് അവിടെ സ്ലിപ്പാവും, വഴുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പുറത്ത് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട് ഇട്ടത്. അപ്പോൾ ആ ഒരു ഡ്രസ്സും പിന്നെ മക്കളൊക്കെ വന്ന യൂണിഫോമും അപ്പോൾ അതിനെ കഴുകിയിടാറുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേലെ കൊണ്ടുപോയി വിരിച്ചിടലൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഇത് പന്നിയിറച്ചിയാണ് കേട്ടോ, പോർക്കിറച്ചി. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുക്കറിൽ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചുവന്നുള്ളിയും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഒക്കെ കൂടി ഇട്ടിട്ട് അങ്ങനെ വേവിച്ചു. 2 വിസിലേ വരുത്തിയിട്ടുള്ളൂ കേട്ടോ. നല്ല ചള്ള് ഇറച്ചിയായിരുന്നു. പിന്നെ കുറച്ച് ഒരു 1-2 ടീസ്പൂണ് നാളികേരം വറുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്രേ പാടുള്ളൂ കേട്ടോ, കൂടുതലായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്താൽ നമ്മളിതിൽ തീരെ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുന്ന സമയത്ത്. പിന്നെ ഈ കുരുമുളക് പൊടിയാണ് കേട്ടോ ഫുള്ള് ചേർത്തിട്ടുള്ളത്. അതാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ മസാല ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നാൾ നമ്മൾ ഇവിടെ പോയപ്പോൾ മാളിൽ പോയപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എടുത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അത് കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ട് അങ്ങനെ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു വട്ടത്തിലാക്കിയിട്ട്. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ. കുറച്ചധികം തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലീവ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ആദ്യം ഇട്ടിട്ട് അതൊന്നും ഇങ്ങനെ ഒതുങ്ങി വരുന്ന സമയത്ത് എല്ലാം കൂടെ ഇട്ടിട്ട് അതിലിട്ട് പൊടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇതിലാകുമ്പോൾ മൊത്തത്തിലാണ്ട് പൊടിച്ചെടുക്കാമല്ലോ. ചെറുതിലാകുമ്പോൾ 2 ട്രിപ്പൊക്കെ പൊടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജാറിൽ തന്നെ ഇട്ടിട്ട് ഇത് പൊടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. നാളികേരം ഉണ്ടല്ലോ വറുത്തത്, പക്ഷേ അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലാകുമ്പോഴേക്കാണ് പൊടിയില്ല. അപ്പോൾ ഞാൻ ചെറിയ ജാറിലും രണ്ടും അത് ഞാൻ ഇത് വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറത്തിൽ മസാല ഉണക്കാൻ വെച്ച സമയത്ത് ഈ ജാറും അതെ തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ലല്ലോ. കുറച്ചധികം തന്നെ ഉണ്ട് പൊടി, പെട്ടെന്ന് കേട് വരുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ നാളികേരം വറുത്ത് വെച്ചില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സവോള വാട്ടിയെടുത്ത സമയത്ത് അതിലേക്ക് ഇടായിരുന്നു. ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തുണികൾ വിരിക്കാനും അത് ഉണങ്ങിയത് എടുത്ത് കൊണ്ടുവന്ന് ഇടലും പിന്നെ ആയത് വീണ്ടും ഉരുപ്പിഞ്ഞ് കൊണ്ടുവരലും അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തീ ഓഫാക്കിയിട്ടു. പിന്നെ ഞാനതിൽ മല്ലിപ്പൊടി ഇടാനും മറന്നു കേട്ടോ. പിന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അതും ഇട്ടു കേട്ടോ. ആ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ അത് വറുത്തതിന് ശേഷമാണ് പൊടിച്ചത്. അപ്പോൾ വീണ്ടും മല്ലിപ്പൊടി ചൂടാക്കണ കൂട്ടത്തിൽ അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ചും കൂടി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ എരിവ് കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടോ. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതിൽ തീരെ നെയ്യ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ഇറച്ചിയിൽ ഇത്തിരിയെങ്കിലും നെയ്യ് വേണം. നെയ്യ് കൂടിയാലും ഒരു ടേസ്റ്റ് ഇല്ല. ഇത്തിരി നെയ്യ് വേണ്ടതായിരുന്നു, പക്ഷെ അതിൽ തീരെ നെയ്യ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പോർക്കിറച്ചിയാന്ന് കണ്ടാൽ പോലും തോന്നില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ നെയ്യും ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. ഇറച്ചിയൊക്കെ ആയപ്പോഴത്തേക്കും അതും പിന്നെ മുതിര ഉപ്പേരി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂടിയിട്ട് പാത്രത്തിലാക്കിയിട്ടോ. പിന്നെ ഏട്ടനെ കൊണ്ടു കൊടുക്കാനായിട്ട് നിന്ന് ക്യാന് ഞാൻ കഴുകിയിട്ട് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് 2 സഞ്ചിയുണ്ട്. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് ഇനി പോയി വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. 12:30 ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. പച്ചിമോളോട് ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഞാൻ വരുമ്പോഴേക്കും ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.